ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. വീക്കിൻ്റെ പ്രൊമോയുടെ ഒരു ഫുള്ളി ലെങ്തി ആയിട്ടുള്ള പ്രൊമോ ഇന്നലെ രാത്രിയിൽ എത്തിയതാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ പുറത്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരുപാട് ലേറ്റായിട്ട് സംഭവം എത്തി. ആ ഒരു സമയത്ത് പുറത്തായിരുന്നുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെറും 15 സെക്കൻഡുള്ള പ്രൊമോ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു ഫുൾ ലെങ്ത് പ്രൊമോയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ 40 സെക്കൻഡുള്ള ഒരു പ്രൊമോയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊമോയെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചധികം സങ്കടങ്ങളും എന്നാൽ കുറച്ച് സന്തോഷവും തരുന്ന ഒരു പ്രൊമോ എന്ന് പറയേണ്ടി വരും. സന്തോഷം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അഞ്ജലി കുട്ടിക്ക് നമ്മുടെ അർജുൻ വാക്ക് കൊടുക്കുകയാണ്. പത്മയെ കണ്ടെത്തുന്ന ആ ഒരു ദിവസം, അതിൻ്റെ അടുത്ത ദിവസം അഞ്ജലിയുടെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് അല്ലെ അഞ്ജലിയെ ചോദിച്ച് വീട്ടുകാരെയും കൊണ്ട് എത്താമെന്ന് നമ്മുടെ അർജുൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ആ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അർജുൻ എന്തുദ്ദേശിച്ചിട്ടാണ് അത് വാക്ക് കൊടുത്തിരിക്കുന്നത്? അർജുൻ്റെ അച്ഛനും അമ്മയും അഞ്ജലിയെ പെണ്ണ് ചോദിച്ച് വരുമെന്ന് അർജുൻ കരുതുന്നുണ്ടോ? പിന്നെ എന്തുദ്ദേശത്തിലാണ് നമ്മുടെ അർജുൻ ആ ഒരു വാക്ക് കൊടുത്തതെന്ന് ശരിക്കും ഞാൻ എത്ര ആലോചിച്ചിട്ടും അതങ്ങ് കൺവിൻസ് ആകുന്നില്ല കേട്ടോ. കാരണം രാഘവനുണ്ണിയും നന്ദിനിയൊക്കെ അത് ജീവൻ പോയ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അർജുൻ വാക്ക് കൊടുത്തിരിക്കുന്നു. പാവം നമ്മുടെ അർജുൻ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട്. അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും, കൺവിൻസ് ചെയ്ത് അവിടെ എത്തിക്കാൻ പറ്റും എന്നൊക്കെ. ഒരേ ഒരാൾ മാത്രം, രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് ചെല്ലാനായിട്ട് ചാൻസ് ഉള്ളൂ. ഒന്ന് നമ്മുടെ ഗോവിന്ദനുണ്ണിയും വൈഫും, അവർ മാത്രമേ നമ്മുടെ അർജുന് വേണ്ടിയിട്ട് പെണ്ണ് ചോദിച്ച് അവിടെ എത്താനായിട്ട് ചാൻസ് ഉള്ളൂ. പിന്നെ ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ മുത്തശ്ശിയും ഗോവിന്ദനുണ്ണിയും വൈഫും. അവരൊക്കെ നമ്മുടെ അർജുന് വേണ്ടി നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അവർ മാത്രമേ ഈ ശംഖചക്രം തറവാട്ടിൽ നിന്ന് പെണ്ണ് ചോദിച്ച് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ചാൻസ് ഉള്ളൂ. അല്ലാതെ അഞ്ജലിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് പറഞ്ഞ് നടക്കുന്ന രാഘവനുണ്ണി ആ ഒരു സംഭവത്തിന് എന്താണെങ്കിലും പോകാനായിട്ട് പോകുന്നില്ല. പക്ഷേ എന്തൊക്കെയോ പ്രതീക്ഷകൾ നമ്മുടെ അർജുൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ അഞ്ജലിയുടെ അമ്പലത്തിൽ വെച്ച് ഇങ്ങനെ വാക്ക് കൊടുക്കുമോ, ഇങ്ങനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ആളുകളെയും വിളിച്ച് വരാം, വാക്ക് കൊടുത്തുവോ എന്നുള്ളതാണ് നമ്മൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത് കേട്ടോ. ഈ ഒരു സമയം തന്നെ വേറൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് ആ പ്രൊമോയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അഞ്ജലിക്ക് നമ്മുടെ അർജുൻ ഇങ്ങനെ ഒരു വാക്ക് കൊടുക്കുമ്പോൾ ആ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സമയത്ത് അനുപമ അവിടെ ഉണ്ട്. അനുപമ അഞ്ജലിയും അർജുൻ തമ്മിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അനുപമ ഈ കാര്യങ്ങളെല്ലാം മുഴുവൻ അറിയുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ പിന്നെ അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു എന്നൊരു സോഴ്സ്, ആ സംഭവം അറിയാനുള്ള ഒരു സോഴ്സ് എവിടെ നിന്നാണ് അനുപമയ്ക്ക് കിട്ടുക? എന്താണെങ്കിലും സംഭവങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മാറുകയാണ്. അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്ന് ആദ്യമായിട്ട് അറിയുന്നത് അനുപമയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. അപ്പോൾ അനുപമ നമ്മുടെ അഞ്ജലിയുടെ വീട്ടിൽ ചെന്നിട്ട് അത് വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് അവരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്ന പ്രൊമോയിൽ. അനുപമ വീട്ടിൽ ചെന്ന് പറയുകയാണ്, അവൾ നിങ്ങളെ ചതിച്ചു, വഞ്ചിച്ചു, അവൾ വേറൊരുത്തിന് മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുത്തു, നിങ്ങളെല്ലാം വഞ്ചിച്ചവൾ അവളുടെ വഴിക്ക് പോയി, നിങ്ങളെ അവൾ പറ്റിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ അഞ്ജലിയുടെ അച്ഛനും ശ്യാമളാമ്മയും ആര്യയൊക്കെ, അമ്മായിയൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഷോക്കഡായി പോകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അനുപമ വായിൽ തോന്നിയതൊക്കെ അവിടെ വന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് സത്യമൊക്കെയാണ്. പക്ഷെ ആ സമയത്ത് ഒരുപാട് ഞെട്ടലുകൾ അവർക്ക് ഉണ്ടാകും. കാരണം അനുപമ ഇങ്ങനെ ഒരു കാര്യം എന്താണെങ്കിലും ചുമ്മാതെ അങ്ങോട്ട് വന്ന് പറയില്ല. അതുകൊണ്ട് ആ ഒരു ഷോക്ക് എല്ലാവർക്കും ആ ഒരു സമയത്തുണ്ട് എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇതിനു മുമ്പ് വന്ന പ്രൊമോയിൽ ഈ ഒരു സീനുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലിയുടെ അച്ഛനും അമ്മയും ആര്യയും ഈ സംഭവങ്ങളൊക്കെ കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു സീനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴൊരു കാര്യമുണ്ട്, അനുപമ വന്ന് പറഞ്ഞു എന്ന് കരുതി അപ്പോഴേ നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ ഇത് വിശ്വസിക്കില്ല. പക്ഷേ അതാണ് ഏറ്റവും വലിയ അപകടവും വരാൻ പോകുന്നത്. കാരണം അഞ്ജലിയുടെ അച്ഛൻ നമ്മുടെ അഞ്ജലി കുട്ടീനെ എങ്ങനെയാണ് കാണുന്നത്, എത്രത്തോളം വിശ്വാസത്തോടെയാണ് അഞ്ജലിയെ നോക്കുന്നത്. പുള്ളി ഒരു ലോകത്ത് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് ഈ സംഭവം പറഞ്ഞാലും പുള്ളി അത് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. കാരണം അഞ്ജലിനെ അത്രയ്ക്ക് വിശ്വാസമാണ് നമ്മുടെ അച്ഛന്. അതുകൊണ്ട് അച്ഛൻ ഈ സംഭവങ്ങളൊന്നും, അനുപമ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴും അച്ഛൻ വിശ്വസിക്കില്ല. എടി നീ ഇറങ്ങി പോകാൻ നോക്ക്, എനിക്ക് നിന്നെ കാണേണ്ട ആവശ്യമില്ല, എൻ്റെ അഞ്ജലി ഇങ്ങനെ എന്നോട് ചെയ്യത്തില്ല, നീ നിൻ്റെ വഴി നോക്കി പോടി, നീ ഓരോരോ കള്ളത്തരങ്ങൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, പുതിയൊരു അടവുമായിട്ട് വന്നിരിക്കും, നീ നിൻ്റെ വഴിക്ക് പോടിയെന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ ശ്യാമളാമ്മയും പറയും, നീ പോടി, ഞങ്ങളുടെ അഞ്ജലി അങ്ങനെയൊന്നും ചെയ്യില്ല, നിന്നെപ്പോലെ ചതിക്കുന്നവളാണ്
എന്നാണോ നീ കരുതിയത്? നീ നിൻ്റെ വഴി പോയി നോക്ക്, ഇതൊന്നും ഞങ്ങളെ വിശ്വസിക്കാൻ കിട്ടത്തില്ല. ഞങ്ങൾ പറയുന്ന ആളെ അവൾ വിവാഹം കഴിക്കൂ, അല്ലാതെ ഞങ്ങളെ ചതിച്ച് അവൾ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. അനുപമ അപ്പോൾ പറയും, നിങ്ങൾ ഇതും വിശ്വസിച്ചിരുന്നോ? അവൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഈ ദിവാസ്വപ്നങ്ങളും കണ്ട് അഞ്ജലി സൂപ്പറാണ്, അഞ്ജലി അടിപൊളിയാണ്, അഞ്ജലി ഞങ്ങളുടെ തങ്കക്കുടമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളിരുന്നോ? അവൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു. അവളെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പായിരിക്കും, ഞാൻ ചെയ്തതെന്ന് ശരിയാണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ അവൾ നിങ്ങളെ ചതിക്കുകയാണ്. ഇത്രയും ചതി എന്താണെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ അവൾക്ക് വേണ്ടി കണ്ടു. പക്ഷെ നിങ്ങളെല്ലാം പറഞ്ഞ് വിശ്വസിച്ച് നിങ്ങൾ പറഞ്ഞതെല്ലാം കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് അവൾ നിങ്ങളെ ചതിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കേണ്ട. അവൾ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എന്താണ് കാര്യങ്ങളെന്ന്. അങ്ങനെ അനുപമ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകും. ആ ഒരു സമയത്ത് അപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അനുപമയെ ഇറക്കി വിടുകയൊക്കെ ചെയ്യും. പക്ഷേ അപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ടെൻഷനാണ്, ഈ അനുപമ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ എന്ന്. ചുമ്മാതെ അങ്ങ് ഇങ്ങനെ വന്നൊരു കാര്യം പറയില്ലല്ലോ ആരും. അങ്ങനെ അവർ അഞ്ജലി കുട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്ത് അഞ്ജലി വരുന്നൊരു സീനാണ് നമ്മൾ പുറമേയിൽ കാണുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ശ്യാമളാമ്മ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ദേ കിടക്കുന്ന താലി എല്ലാം തീർന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അവിടെ മാരക സീനാണ് നടക്കുന്നത്. നമ്മുടെ അഞ്ജലി ആണെങ്കിൽ പെട്ടെന്ന് ആ ഷോക്കിൽ, കാരണം ഒരു കൺവിൻസ് ചെയ്യാനുള്ള സമയം പോലും അവർക്ക് അവിടെ നമ്മുടെ അഞ്ജലി കുട്ടിക്ക് ലഭിക്കുന്നില്ല. കാരണം ആ രീതിയിലാണ് ശ്യാമളാമ്മയും അതുപോലെ അച്ഛനൊന്നും പറയുന്നില്ല കേട്ടോ. അച്ഛനങ്ങോട്ട് തകർന്നിരുന്നു പോവുകയാണ് ഈ ഒരു താലി കണ്ടതോടുകൂടി. ചുമ്മാതൊരു താലി എന്തായാലും അഞ്ജലിയുടെ കാര്യത്തിൽ കെട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ സ്വന്തം മകൾ, താൻ ഇത്രയധികം വിശ്വസിച്ച സ്വന്തം മകൾ തന്നെ ചതിച്ചോ എന്ന് ആലോചിച്ച് നെഞ്ച് തകർന്നിരിക്കുകയാണ് കേട്ടോ. സത്യമായിട്ടും സഹിക്കാൻ പറ്റുന്നില്ല കണ്ടിട്ട്. ശ്യാമളാമ്മയാണ് ശാപവാക്കൾ കൊണ്ട് ചൊരിയാണ്, ഈ ഒരുമ്പെട്ടവൾ നമ്മളെ എല്ലാം ചതിക്കുകയായിരുന്നു, അവള് ഇങ്ങനെയായി അങ്ങനെയായി എന്തൊക്കെയോ കിടന്ന് പറയുകയാണ് ശ്യാമളാമ്മ. എന്താ പറയുക? അപ്പോൾ അഞ്ജലിയാണ് ആ ഒരു ഷോക്കിലാണ് നമ്മുടെ അഞ്ജലി ഉള്ളത്. അഞ്ജലിക്കാണ് എന്ത് പറയണമെന്നറിയില്ല, ഒരു കൺവിൻസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ശ്യാമളാമ്മ അതുപോലെ പറഞ്ഞിരിക്കുകയാണ്. ആര്യയാണെങ്കിൽ ഇത് കണ്ട് ഷോക്കഡായി നിൽക്കുകയാണ്. ആര്യയോടെങ്കിലും ഒരുപക്ഷെ തുറന്ന് പറയായിരുന്നു കേട്ടോ. അഞ്ജലി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് ആര്യയോട് ഇത് തുറന്ന് പറയാതെ ഇരുന്നതാണ്. ആര്യയോട് ഈ ഒരു സംഭവം തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആര്യയ്ക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും കൺവിൻസ് ചെയ്യാൻ ആദ്യമേ തന്നെ പറ്റിയേനെ. കാര്യങ്ങളെല്ലാം ആര്യ പറഞ്ഞ് കൺവിൻസ് ചെയ്തേനെ. ഇതിപ്പോൾ അതിനുള്ള സമയമൊന്നുമില്ല. ആര്യ തന്നെ ഈ ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണ്. മുമ്പ് സംശയം നമ്മുടെ ആര്യയ്ക്ക് തോന്നിയപ്പോഴും ചോദിച്ചപ്പോഴും അഞ്ജലി ഒന്നും തുറന്ന് പറഞ്ഞില്ല. ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ അഞ്ജലി ചെയ്തത് അതാണ്. എന്താണെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. അച്ഛൻ ഇതെങ്ങനെ സഹിക്കാനായിട്ട് പറ്റും? അപ്പം തന്നെ പാവത്തിൻ്റെ നെഞ്ചു പൊട്ടിയിരിക്കുന്ന ഒരു സീന് നമ്മൾ കാണുന്നത്. അങ്ങനെ അച്ഛനെ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തോ ഒരു അരുതാത്ത സംഭവിക്കാനായിട്ട് പോവുകയാണ്. കാരണം നമ്മൾ പ്രൊമയിൽ കാണുന്നുണ്ട് ആര്യയും അമ്മയും നമ്മുടെ അഞ്ജലിയൊക്കെ കൂടി ആകെ ഷോക്കഡായി നിൽക്കുന്ന ഒരു സീനിയർ സംഭവത്തിലേക്ക് നോക്കി. എനിക്ക് തോന്നി എന്തോ ഒരു അരുതാത്തത് നമ്മുടെ അച്ഛന് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. പുള്ളിയാണ് 100 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, എൻ്റെ അഞ്ജലി സൂപ്പറാണ്, എൻ്റെ അഞ്ജലി സൂപ്പറാണ്, അവൾ എന്നെ ചതിക്കില്ല, അനുപമയെ പോലെയല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛൻ എന്തൊക്കെ പറയാറുള്ളതാണ്. അങ്ങനെ അവർ നോക്കുന്ന ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു അച്ഛൻ മുറിയിൽ കയറി എന്തോ അരുതാത്ത ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് ഷോക്കഡായി ആര്യ എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. ഈശ്വരൻ, ഞാൻ ആലോചിക്കുക ഇത് എങ്ങനെ നമ്മുടെ അഞ്ജലിക്ക് സഹിക്കാനായിട്ട് പറ്റും, ഇതെങ്ങനെ ഈ ഇഷ്യൂ സോൾവ് ചെയ്യും. അത് അച്ഛന് എന്തെങ്കിലും അരുതാത്തത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിക്ക് ജീവിതം മുഴുവൻ ഇനി ജീവിച്ച് തീർക്കാൻ കൂടി പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച് എന്ത് ചെയ്യും നമ്മുടെ അഞ്ജലി? അല്ലെ, ഈ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് പറ്റും? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യം. പ്രൊമോ കണ്ടപ്പോൾ വെറും 40 സെക്കൻഡ് പ്രൊമോയിൽ നിന്ന് ഒരാഴ്ച ചിന്തിച്ചാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ ആ പ്രൊമോയിലുണ്ട്. എന്നാണെങ്കിലും വളരെ ടെൻഷൻ തോന്നുന്ന, നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രൊമോയാണ്. പ്രതീക്ഷകൾ എന്താണ് ആകെയുള്ളത്? ഒന്നും തന്നെ ഇല്ലെന്ന് പറയേണ്ടി വരും. അർജുൻ എന്തോ അഞ്ജലിയുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കുക എന്നൊക്കെ കുറച്ച് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നു. അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ കാര്യം. എന്താണെങ്കിലും ഒരു 40 സെക്കൻഡ് പ്രൊമോയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും കാത്തിരിക്കുക കേട്ടോ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകൾ. അപ്പോൾ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകൾ കാത്തിരിക്കുക. നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. ഇന്നലെ വന്ന വീക്കിൻ്റെ പ്രൊമോയിൽ ഒരുപാട് കാര്യങ്ങൾ കാട്ടിയിട്ടൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. കാരണം നമ്മുടെ പത്മ തിരിച്ചെത്തുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. എന്താണ് സംഭവിച്ചത്, അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. എന്താണെങ്കിലും അതിനൊക്കെ ആയിട്ടുള്ള ഇനിയൊരു പ്രൊമോ വരാൻ ചാൻസ് കുറവാണ്. എന്താണെങ്കിലും
നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.